നവീൻ ബാബു കേസിൽ നിർണായക നീക്കവുമായി സർക്കാർ. കേസന്വേഷണം സിബിഐക്ക് വിട്ടു. കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് സർക്കാരിന്റെ തീരുമാനം. മന്ത്രിസഭാ യോഗത്തിന് ശേഷം വിജ്ഞാപനം പുറത്തിറക്കും. സർക്കാർ തീരുമാനത്തിൽ സന്തോഷമുണ്ടായെന്ന നവീൻ ബാബുവിന്റെ കുടുംബം പ്രതികരിച്ചു. എന്നാൽ കേസ് സിബിഐക്ക് വിട്ടത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് സിപിഎമ്മിന്റെ ആരോപണം. അടിയുറച്ച ഇടതുപക്ഷ കുടുംബമായിരുന്നു നവീൻ ബാബുവിൻ്റേത്. പക്ഷേ ഭർത്താവിന്റെ മരണം സിബിഐ അന്വേഷിക്കണമെന്ന ഭാര്യ മഞ്ജുഷയുടെ ആവശ്യം LDF സർക്കാർ തുടക്കം മുതൽ തന്നെ കോടതിയിൽ എതിർത്തു. എന്നാൽ കുടുംബത്തിനൊപ്പമുണ്ടെന്നായിരുന്നു നവീൻ ബാബുവിന്റെ വീട്ടിലെത്തിയ ഓരോ UDF നേതാക്കളും പറഞ്ഞത്. ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ സംഭവത്തിനൊടുവിൽ CBI അന്വേഷിക്കാൻ തത്വത്തിൽ തീരുമാനമായി. UDF സർക്കാരിൻ്റെ നിർണായക നിലപാട്. വാർത്ത പുറത്തു വന്നതോടെ ഒട്ടും വൈകാതെ നവീൻ ബാബുവിൻ്റെ കുടുംബം സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തി. ഇത്രയും പെട്ടെന്നൊരു നടപടിയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല. വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ ഓൾറെഡി CBI ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു 30-ലേറെ പോയിന്റുകൾ, ഒരുപാട് ഡിഫക്റ്റുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതൊക്കെ തന്നെ അന്വേഷിക്കണം. പക്ഷേ CPIM-ന് CBIയുടെ വരവിനോട് യോജിപ്പില്ല. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജന്റെ വാക്കുകളിൽ അതൃപ്തി പ്രകടമാണ്. കോടതി പോലീസ് അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങളെല്ലാം പരിശോധിക്കുകയും അതിൽ തൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്യുകയും CBI അന്വേഷണമെന്ന ആവശ്യം തിരസ്കരിക്കുകയുമാണ് ഉണ്ടായത്. അതിനുശേഷമാണ് സർക്കാരിൻ്റെ ഈ തീരുമാനം വന്നിട്ടുള്ളത്. വിവാദങ്ങളിലേക്ക് നയിച്ച പമ്പിന്റെ യഥാർത്ഥ ഉടമ പ്രശാന്തനല്ലെന്നും മറ്റൊരു ബിനാമി ഒളിഞ്ഞിരിപ്പുണ്ടെന്നും നവീൻ ബാബുവിന്റെ കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നു. തുടക്കം മുതൽ പോലീസും ജില്ലാ കലക്ടറും കൂടി അന്വേഷണം അട്ടിമറിക്കുകയാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.